ശ്വാസം ചെറുകഥ. ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ, ഒന്നിനെ തൊട്ട് കളിച്ചോരാരും ഇല്ലം കണ്ടു മരിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടനത്തിനിടയിൽ മുഷ്ടി ചുരുട്ടി മുകളിലേക്ക് എറിഞ്ഞുകൊണ്ട് അലറുന്ന മുദ്രാവാക്യമാണെന്നാണോ വിചാരിച്ചത്? എന്നാ തെറ്റി. പണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഇന്ന് ഇതല്ല. കണ്ടാൽ ആവണക്കുംകായ പോലെ തോന്നുന്ന ഒരു വൈറസ് ഉണ്ടല്ലോ, കൊറോണ, COVID-19 വൈറസ്. അവരുടെ തീട്ടൂരമാണ്. വെറുതെ മുദ്രാവാക്യം വിളിയല്ല, രാഷ്ട്രീയക്കാരുടെ പ്രകടന പത്രികയിൽ ഉറങ്ങാൻ മാത്രം ജനിച്ച വാഗ്ദാനങ്ങളുമല്ല. സത്യം, പച്ചയായ സത്യം. പറഞ്ഞാൽ പറഞ്ഞത് പ്രവർത്തിക്കുന്ന പ്രമാണം, ചങ്കൂറ്റം. എൻ്റെ ശ്വാസം നിലയ്ക്കുവോളം എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു ഡ്രൈ ജിഞ്ചറും ചെയ്യാൻ കഴിയില്ല എന്ന നിൻ്റെ അഹങ്കാരം. അതാണ് എന്നെക്കൊണ്ട് ഇത് പറയിച്ചത് എന്ന് കൊറോണ. ഒരുത്തനെ തൊട്ടാൽ മതി, പിന്നെ ഞാൻ എന്തൊക്കെ വിധത്തിൽ സമരം ചെയ്യും എന്ന് നീ കണ്ടതാണ് മനുഷ്യ. മൂക്കിൽ കടന്ന് ജലപീരങ്കി പ്രയോഗിക്കും, തൊണ്ടയിൽ ലാത്തിപ്രയോഗം നടത്തും, ചിലപ്പോൾ ഇടിക്കട്ടയും പ്രയോഗിക്കും. പോരാത്തതിന് ശരീരമാസകലം അഗ്നി എരിയിച്ച് ചൂടിൽ പൊരിയിക്കും. അങ്ങനെ പല വിധത്തിലാണ് എൻ്റെ സമരമുറ. നിനക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, അല്ലാതെ വെറുതെ അല്ലല്ലോ നീ ഇടയ്ക്കിടയ്ക്ക് രണ്ട് കൈയും ആ കൊഴുത്ത ദ്രാവകം വീഴ്ത്തി ഉരസണ. എന്നെ തൊട്ടിരിക്കുവോ എന്ന പേടിയിലല്ലേ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകണ ദ്രാവകം കയ്യിൽ വീഴ്ത്തി അങ്ങനെ കുറേ ഇങ്ങനെ കുറേ എന്ന് പറഞ്ഞ് സമയമൊക്കെ നിശ്ചയിച്ച് കഥകളി മുദ്ര കാട്ടും പോലെ വെള്ളമൊഴിച്ച് പതപ്പിച്ച് കഴുകണം. ഒരുത്തനെ ശ്വാസം കൊണ്ട് പോലും തൊടാതിരിക്കാൻ വേണ്ടിയല്ലേ മുഖം മറച്ചു നടക്കണേ? അന്യോന്യം തുടരുത്, അകലം പാലിക്കണം, തൊഴുതാ മതി, ഷൈക്കൻഡ് വേണ്ട, ഒന്നിച്ചു നടക്കരുത്, ഇരിക്കരുത്, ഭാര്യയും ഭർത്താവുമാണെങ്കിൽ പോലും ഒന്നിച്ചു കിടക്കരുത്. എന്തൊക്കെ ഉപദേശങ്ങളാ! പേടി ലേ നിനക്ക്? നീ പേടിക്കണം. എന്നെ 3 കസേര ഇട്ടിരുന്നത് നടുക്കിലത്തെ കസേരയിൽ ഇരിക്കാതിരിക്കാൻ വലിയ പെരുക്കച്ചിഹ്നം ഇട്ടുവെച്ചില്ലേ നീ? ചെറിയ പീഡികകളിൽ പോലും വട്ടം വിട്ട് വരച്ചു വച്ചില്ലേ നീ? അതിലെ ആളുകൾ നിൽക്കാവൂ എന്ന് എഴുതി വച്ചില്ലേ? എന്നെ ഒരുത്തനെ തൊടാൻ പേടിച്ച് നാടു ഭരിക്കണ എന്ന് ഗീർവാണം മുഴക്കിയിരുന്ന മുഖ്യമന്ത്രി തന്നെ അങ്ങാടിയിലിറങ്ങി ഫുട്പാത്തുകളിൽ കുമ്പിട്ട് നിന്ന് കളം വരച്ചില്ലേ? എന്തേ, തിരുവാതിര കളിക്കാനാ? അല്ലല്ലോ, എന്നെ ഒരുത്തനെ പേടിച്ച്. ദിവസങ്ങളോളം വീടുകളിൽ നിൻ്റേതെന്ന് നീ അഭിമാനിച്ചിരുന്ന മണിമാളികകളിൽ അവിടെ മാത്രം അടങ്ങി ഒതുങ്ങി കഴിയാൻ പറഞ്ഞില്ലേ? എന്നെ ഒരുത്തനെ അബദ്ധത്തിൽ തൊട്ടാലോ എന്ന് പേടിച്ച്. നിനക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ പ്രാണവായുവിലാണ് പിടിക്കുകയെന്ന്. അതാണല്ലോ അവസാനം മൂക്കിൽ വെക്കേണ്ട പഞ്ഞിയുടെ ഒരു ചെറിയ ഭാഗം ആദ്യമേ തന്നെ ഒരു ഈർക്കിലയുടെ തലപ്പത്ത് ചുറ്റി നീ ശ്വാസം വലിക്കുന്ന കുഴലിനകത്തേക്കിട്ട് എന്നെ ഒരുത്തനെ തൊട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. ആൻറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അമ്മായി. ജൻ എന്ന് പറഞ്ഞാൽ ആളുകൾ. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പരീക്ഷണം. അതെ, അമ്മായികളുടെ പരീക്ഷണം. എന്നെ തൊട്ടതിന് ഞാൻ പകരം വീട്ടുന്നുണ്ടോയെന്നറിയാൻ
എൻ്റെ മുദ്രാവാക്യത്തിൽ പറഞ്ഞ വാഗ്ദത്തം ഞാൻ പാലിക്കുന്നുണ്ടോയെന്നറിയാൻ ഉള്ള പരീക്ഷണം. നിൻ്റെ അമ്മായി പരീക്ഷണം. അതിന് മാത്രമാണ്. അല്ലാതെ എന്നെ തൊട്ടതിൽ ക്ഷമ ചോദിക്കാനോ എൻ്റെ കയ്യോ കാലോ പിടിച്ച് അതുമല്ലെങ്കിൽ എന്തിനാണ് ഞാൻ സമരം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം കാണാനോ ഒന്നുമല്ല. എന്നിട്ടും നീ എന്താണ് ചെയ്തത്? എന്നെ കൊല്ലാനും ഉന്മൂലനം ചെയ്യാനും വഴി അന്വേഷിച്ചില്ലേ? അതല്ലേ ചെയ്തത്? നിന്റെ അഹങ്കാരം തീർക്കാനാണ് ഞാൻ വന്നത് എന്ന് നീ മനസ്സിലാക്കിയില്ലല്ലോ മനുഷ്യ. ദൈവത്തിൻ്റെ വരദാനമായ ആ ഒരു ഇത്തിരി അകത്തേക്ക് വലിച്ചെടുക്കുന്ന ശ്വാസമാണ് നിന്നെ നിലനിർത്തുന്നത്. നീ ഇപ്പോൾ കാണിക്കുന്ന കാട്ടിക്കൂട്ടുന്ന ജലപ്രഭുത്വ ചേഷ്ടകൾക്കൊക്കെ ആധാരം എന്ന് നീ ഒരു നിമിഷം ആലോചിച്ചില്ലല്ലോ മനുഷ്യ. നീ ഉണ്ടാക്കുന്ന കാശാണ് സർവം എന്ന് നീ അഹങ്കരിച്ചു. എന്തൊക്കെയായിരുന്നു അഹങ്കാരം? കാശുണ്ടാക്കുക, സമ്പത്തുണ്ടാക്കുക, ലോകം വെട്ടിപ്പിടിക്കുക, സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുക. എന്നിട്ട് എന്തിന്? സ്വന്തം സുഖസൗകര്യങ്ങൾ മാത്രം ലക്ഷ്യം. കുടിച്ചും കൂത്തം മറിഞ്ഞും അമ്മപെങ്ങന്മാരെ പോലും കാമപ്പേക്കുത്തി നിരയാക്കിയും കൊള്ളയും കൊലയും നടത്തി നാട് ഭരിക്കാനും താനൊഴിച്ചുള്ളവരെ ഒക്കെ അടിമയാക്കി വയ്ക്കാനും. ഹോ, എനിക്ക് ആലോചിക്കാൻ പോലും അറപ്പ് തോന്നുന്നു. ഒരു നിമിഷം നീ ആലോചിച്ചോ മനുഷ്യ? നിന്നെ നിലനിർത്തുന്ന, നീ ശ്വാസത്തിലൂടെ വലിച്ചെടുക്കുന്ന വായു, നിന്റെ ഇഷ്ടത്തിന് കെട്ടിനിർത്തുകയും തുറന്നു വിടുകയും വഴിതിരിച്ചു വിടുകയും ചെയ്യുന്ന വെള്ളം, അതിൻ്റെ പേരിൽ എത്ര പേരുടെ ജീവൻ നീ എടുത്തു? ആ വെള്ളം അതിർത്തി തിരിച്ചും വെട്ടിപ്പിടിച്ചും കൊത്തിയും കിളച്ചും മർദ്ദിച്ചും എത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിന്നെ നടമാടാൻ ഇപ്പോഴും അനുവദിക്കുന്ന ഭൂമി, നിനക്ക് ജീവൻ നിലനിർത്താൻ വേണ്ട ഭക്ഷണം പാകം ചെയ്യുന്നതിൽ തുടങ്ങി നിന്റെ ജീവിതത്തിന് വേണ്ടി നിന്നെ സഹായിക്കുന്ന, നിന്റെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്ന ജഠരാഗ്നി വരെയുള്ള അഗ്നി, ഈ പ്രപഞ്ചത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ കാക്കാൻ ഒട്ടും ചാഞ്ചല്യമില്ലാതെ ഊർജവും ലോകത്തിനാകമാനം വെളിച്ചവും നൽകുന്ന സൂര്യൻ, ഇതൊന്നും അഹങ്കാരിയായ നീ നിന്റെ കഴിവുകൊണ്ടുണ്ടാക്കിയതല്ല എന്ന് ഒരു കണം നീ ആലോചിച്ചോ മനുഷ്യ? സ്രഷ്ടാവ് നിനക്കേകിയതല്ലേ ഇതെല്ലാം? എന്നിട്ട് അദ്ദേഹം നിന്നെ പഠിപ്പിച്ചില്ലേ പലവട്ടം? അവരെയെല്ലാം തൊഴണം, പാദപ്രക്ഷാളനം ചെയ്യണം, ഹസ്തപ്രക്ഷാളനം ചെയ്യണം, കൂട്ടിത്തൊടരുത്, സ്നാനം ചെയ്യണം, ശുഭ്രവസ്ത്രം ധരിക്കണം, അങ്ങനെ അങ്ങനെ എന്തൊക്കെ പരസ്പരം തൊഴണം, ബഹുമാനിക്കണം എന്നൊക്കെ നീ മറന്നു. ഞാൻ ഒരുത്തൻ വേണ്ടി വന്നു ഇത് നിന്നെ ഓർമ്മിപ്പിക്കാൻ. വീണ്ടും ഞാനൊന്ന് തൊട്ടപ്പോൾ എവിടെ പോയി? ഉരുകിപ്പോയോ നിന്റെ ബന്ധനങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ? സ്മരണ വേണം. ഞാനൊരുത്തൻ നിന്റെ ശ്വാസം പിടിച്ചു നിർത്തിയപ്പോൾ തീർന്നില്ലേ അതെല്ലാം?